നമസ്കാരം, ഞാൻ ഡോക്ടർ നിയാസ്, ലേ റിഹാബ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. സ്ട്രോക്ക് ഈസ് ദ ഫോർത്ത് ലീഡിങ് കോസ് ഓഫ് ഡിസബിലിറ്റി. അതായത് നമ്മളെ രോഗികളിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ ലോകത്ത് 4ാം സ്ഥാനത്താണ് സ്ട്രോക്ക്. നമ്മുടെ തലച്ചോറിൽ ഏത് ഭാഗത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡീപ്പായി ബാധിക്കുന്നു എന്നതനുസരിച്ച് ഈ വൈകല്യങ്ങളുടെ തീവ്രത മാറി മാറി വരും. ചില പേഷ്യൻസൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് കണ്ണ് പോലും തുറക്കാൻ പറ്റാതെ ഒരു കോമ സ്റ്റേജിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ശരീരത്തിൽ പൂർണ്ണമായും ഒരു ഭാഗം തളർന്നു അല്ലെങ്കിൽ ഭാഗികമായി തളർന്നു. ചില പേഷ്യൻസിന് സംസാരശേഷിയില്ലാതെ. ഇങ്ങനെ നമ്മുടെ തലച്ചോറിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നതനുസരിച്ച് നമുക്ക് വരുന്ന വൈകല്യങ്ങളുടെ തീവ്രത വ്യത്യാസം വരും. ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട് പേഷ്യൻസ് നമ്മളടുത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പല റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റൽസും 15 ദിവസം കൊണ്ട് സ്ട്രോക്ക് മാറി, അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് സ്ട്രോക്ക് മാറ്റി എന്നൊക്കെ പറയുന്നത്. ചോദിക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ്, പക്ഷേ അതൊരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ട്രോക്കും ഒരുപോലെയല്ല, തീവ്രത ഒരുപോലെയല്ല വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ലേ റിഹാബിൽ നമ്മൾ ഇനീഷ്യലി പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ടീമുണ്ട്, ഇൻക്ലൂഡിങ് PMR, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, ഒക്യുപ്പേഷൻ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, സ്പീച്ച് ആൻഡ് സ്വലായിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ആയുർവേദ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ആ ടീം ഇനീഷ്യലി ഈ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുകയാണ്. പേഷ്യൻറ്റിനും പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിനും ഒരു കറക്റ്റ് പിക്ചർ കൊടുക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഈ തീവ്രത അനുസരിച്ച് പേഷ്യൻ്റെ റിക്കവറിയിലുള്ള അപ്രോക്സിമേറ്റ് ടൈമിൽ വളരെ വ്യത്യാസം വരും. ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ഇത്ര ദിവസം എടുക്കും റിക്കവറിക്ക്, ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ്. ഈ സമയത്ത് തന്നെ പേഷ്യൻ്റ് നമ്മളടുത്ത് വരുമ്പം ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഞാനിനി നടക്കുമോ? അതിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എപ്പോഴും ചോദിക്കുന്നത്, നടക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് നടക്കും? അപ്പോൾ ഇതിൽ പല റീഹാബ് സെൻറ്ററും ചെയ്യുന്ന വേറൊരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ പേഷ്യൻറ്റിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പേഷ്യൻറ്റിനെ പിടിച്ച് നടത്തിപ്പിക്കും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആംബുലേറ്റ് ചെയ്യണം പെട്ടെന്ന്, പക്ഷേ അത് പേഷ്യൻറ്റിന് കറക്റ്റ് മസിൽ ടോണായി, നമ്മളിവിടെ എപ്പോഴും ചെയ്യുന്നത് പേഷ്യൻറ്റിന് കറക്റ്റ് മസിൽ ടോണായി, മസിൽ പവറായി, പേഷ്യൻറ്റിന് വെയിറ്റ് ബിയറിങ് വന്നു, എന്നിട്ട് മാത്രമാണ് നമ്മൾ പേഷ്യൻറ്റിനെ നടത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ആംബുലേറ്റ് ചെയ്യുക, പേഷ്യൻറ്റിനെ എത്ര നന്നായി ആംബുലേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പേഷ്യൻറ്റ് ആംബുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പേഷ്യൻറ്റ് നടക്കുന്നത്. അപ്പം എത്ര പെട്ടെന്ന് നമുക്ക് പേഷ്യൻറ്റിനെ നടത്തിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം നമ്മൾ നോർമലി ഉള്ള മനുഷ്യന്മാർ കൃത്യമായി നടക്കുന്നോ അത്രത്തോളം നോർമൽസിയിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുവരിക. ആ ആശയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്.